ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതൊരു വൈകാരിക പ്രതികരണം എന്ന നിലയിലാണ്, ഒരു വൈകാരിക പ്രകടനം എന്ന നിലയിലേക്ക് BJPയുടെ ഈ പ്രതിഷേധം മാറുന്നുണ്ടോ? ഒരേ ഒരു ജനപ്രതിനിധി പാർലമെന്റിലേക്ക്, അതും ആ ജനപ്രതിനിധി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ആ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെത്തി കരിയോയിൽ ഒഴിച്ചത് പ്രവർത്തകർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. അതിനോടുള്ള ഒരു വൈകാരിക പ്രതിഷേധ പ്രകടനം എന്ന നിലയിലേക്ക് ഈ മാർച്ചും പ്രതിഷേധവും മാറുന്നുണ്ടോ? എന്താണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ കാഴ്ച? തീർച്ചയായും വൈകാരികമായി തന്നെയാണ് BJP പ്രവർത്തകർ ഈ ഒരു സംഭവത്തെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് ഇന്നലെ ഇത്തരത്തിൽ CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഒരു പ്രകടനം, അവിടേക്ക് ഒരു മാർച്ച് എന്ന തരത്തിലേക്ക് വന്നത്. അത് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. അതെ, വീണ്ടും ജലപീരങ്കിയാണ്. എല്ലാ മേഖലയിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം. അത് എല്ലാ മേഖലയിലേക്കും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി രണ്ടാം തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കം ഇപ്പോഴും നടക്കുന്നു. രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് പോലും കൃത്യമായി പ്രവർത്തകർക്ക് നേരെ ശക്തമായുള്ള ഒരു ജലപീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനിതാ പ്രവർത്തകരടക്കം ഈ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടുണ്ട്. ജലപീരങ്കി ഏറ്റ പ്രവർത്തകർ തെറിച്ചു പോകുന്ന കാഴ്ച പോലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. എന്നിട്ടും പക്ഷേ പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോകുന്ന ലക്ഷണമില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബാരിക്കേഡ് വളരെ ശക്തമായി തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത് മറിച്ചിടാൻ എന്തായാലും BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു മേഖലയിലേക്ക്, അതായത് നമ്മൾ നിൽക്കുന്ന മേഖലയിലേക്ക് പോലും ഇപ്പോൾ ശക്തമായ രീതിയിൽ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം വരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകർ ഈ ഒരു ഘട്ടത്തിൽ പോലും പിരിഞ്ഞു പോയിട്ടില്ല. അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വൈകാരികമായ വിഷയമായി തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. കാരണം BJPയുടെ നേതാവും കേന്ദ്രമന്ത്രിയും MP യും ഒക്കെ ആയ സുരേഷ് ഗോപിയുടെ ബോർഡിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുക, ശേഷം ഒരു ചെരുപ്പുമാല ഇടുക, അതുപോലെ ഇത്തരത്തിലൊരു വിവാദം, അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായ കാര്യമല്ല. രാവിലെ നമ്മൾ വീണ്ടും സുരേഷ് ഗോപിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിരുന്നു. പക്ഷേ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി പറയുന്നില്ല എന്നതാണ് ഉദകരം. ഇപ്പോൾ BJPയുടെ നേതാവ് B ഗോപാലകൃഷ്ണൻ അടക്കം ആ ജലപീരങ്കി ഏറ്റ് ആ മേഖലയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. പോലീസിന് ജലപീരങ്കി എവിടേക്കാണ് വരുന്നത്? ജലപീരങ്കി പ്രയോഗം താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, കുത്തിയിരിക്കുന്ന പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ ചെയ്യുന്നത്. എന്തായാലും വലിയ ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂർ നഗരത്തിലിറങ്ങിയുള്ള BJP പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമാണ്. ആ പ്രതിഷേധത്തെ ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞിരിക്കുന്നു, ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അതിവൈകാരികമായ ഒരു പ്രതികരണത്തിലേക്കും പ്രതിഷേധത്തിലേക്കും അവർ നീങ്ങിയിരിക്കുന്നു. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധം നടത്തുകയായിരുന്നു. B ഗോപാലകൃഷ്ണൻ അടക്കമുള്ള BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചും അവിടെ കരിയോയിൽ ഒഴിച്ച സംഭവവുമാണ് BJP പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വോട്ടുകൊള്ള വിവാദത്തിൽ തൃശ്ശൂരിൽ BJPയെ പ്രതിരോധത്തിലാക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയമായി ശ്രദ്ധ തിരിക്കുക എന്നതുകൂടി ഈ പ്രതിഷേധത്തിലൂടെ BJP ലക്ഷ്യം വെക്കുന്നുണ്ടാകാം. ഏതായാലും കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലെത്തി കരിയോയിൽ ഒഴിച്ച സംഭവത്തിൽ BJP പ്രവർത്തകർ അത് വൈകാരികമായി എടുക്കുകയും അതിനോടുള്ള കടുത്ത പ്രതികരണമായി അവർ ഈ പ്രതിഷേധത്തെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ബാരിക്കേഡ് ഉയർത്തി തടുത്തു നിർത്തിയിരിക്കുന്ന ഈ പ്രതിഷേധത്തിൽ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറി അവർ ആ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജലപീരങ്കി പ്രയോഗിച്ച ഈ പ്രതിഷേധത്തെ ദുർബലപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകളടക്കമുള്ള BJP പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തത്സമയം തൃശ്ശൂരിൽ നിന്നുള്ള BJP പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.